ഇസ്രയേൽ ഹെസ്ബുള്ള വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതോടെ ലെബനനിൽ ആഘോഷം. അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും മധ്യസ്ഥതയിൽ ആഴ്ചകൾ നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിലാണ് വെടിനിർത്തലിൽ ധാരണയായത്. തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ലോക നേതാക്കളും രംഗത്തെത്തി. ലെബനനിൽ വെടിനിർത്തൽ പ്രഖ്യാപനം വന്നതോടെ തെക്കൻ ലെബനനിലേക്ക് ആളുകൾ മടങ്ങുകയാണ്. മാസങ്ങൾ നീണ്ടുനിന്ന ജീവിതത്തിനും മരണത്തിനുമിടയിലെ അനിശ്ചിതാവസ്ഥയ്ക്ക് ഇതോടെ വിരാമമാവുകയാണ്. Good afternoon. Today I have some good news to report from the Middle East. I just spoke with the Prime Minister of Israel and Lebanon. I'm pleased to announce that their governments have accepted the United States proposal to end the devastating conflict between Israel and Hezbollah. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനാണ് ഇസ്രയേലും ലെബനനും തമ്മിൽ വെടിനിർത്തൽ ധാരണയായെന്ന് ലോകത്തെ അറിയിച്ചത്. 10-1 എന്ന വോട്ട് നിലയിലാണ് ഇസ്രയേൽ ക്യാബിനറ്റിൽ വെടിനിർത്തൽ കരാർ അംഗീകരിച്ചത്. അതേസമയം വെടിനിർത്തലിനെക്കുറിച്ച് ഹെസ്ബുള്ള ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ആയിരക്കണക്കിന് പേർ ഇനിയും ഈ സംഘത്തിൽ ചേരുമെന്നായിരുന്നു ഹെസ്ബുള്ളയുടെ മുതിർന്ന നേതാവും ലെബനനിലെ പാർലമെന്റ് അംഗവുമായ ഹസൻ ഫദ്ലല്ലയുടെ പ്രതികരണം. അതേസമയം ലെബനനിലെ വെടിനിർത്തൽ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ലോക നേതാക്കളും രംഗത്തെത്തി. ഇരുപക്ഷത്തിന്റെയും തീരുമാനത്തെ സ്വാഗതം ചെയ്ത UN ഇനിയും ഒരുപാട് കാര്യങ്ങൾ പൂർത്തിയാക്കാനുണ്ടെന്നും വ്യക്തമാക്കി. വെടിനിർത്തലിനെ ഇസ്രയേൽ പ്രധാനമന്ത്രിയും ലെബനീസ് പ്രധാനമന്ത്രിയും സ്വാഗതം ചെയ്തു. വെടിനിർത്തൽ തീരുമാനം മേഖലയ്ക്ക് ലഭിക്കുന്ന പ്രതീക്ഷയുടെ കിരണമാണെന്ന് ജർമ്മൻ വിദേശകാര്യമന്ത്രി പ്രതികരിച്ചു. വെടിനിർത്തൽ തീരുമാനത്തെ ഇറാനും സ്വാഗതം ചെയ്തു. ലെബനീസ് സർക്കാരിനും പ്രതിരോധങ്ങൾക്കും പൂർണ്ണ പിന്തുണയുണ്ടെന്നാണ് ഇറാൻ വിദേശകാര്യ വക്താവ് പ്രതികരിച്ചത്. ഇരുപക്ഷത്തെയും ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതാണ് നടപടിയെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പ്രതികരിച്ചു. യൂറോപ്യൻ യൂണിയൻ മേധാവിയും വെടിനിർത്തൽ തീരുമാനത്തെ സ്വാഗതം ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.